ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം പോകുന്നത് തായ്ലൻഡിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്നെ കൊണ്ടുവിടുന്നത് എൻ്റെ ഫ്രണ്ട് അൻഷാദാണ്. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് ട്രെയിൻ കയറി വേണം എനിക്ക് എറണാകുളത്ത് പോകാൻ. അവിടുന്ന് പിന്നെ ഊബർ ടാക്സി എടുത്ത് വേണം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ. അപ്പം ഞാൻ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോകാം. കുറേ ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഈ ചെറിയ പെട്ടിയിൽ നിന്ന് മാറ്റിയ വലിയ പെട്ടിയിലോട്ട് ഇനിയിപ്പം പാക്ക് ചെയ്യണം. എന്തായാലും പെട്ടിയൊക്കെ കറക്റ്റായിട്ട് എന്തായാലും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അൻഷാദ് കുറേ നേരമായിട്ട് എന്നെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അവൻ കട്ട കലിപ്പാവും. അതിനു മുമ്പേ നമുക്ക് എന്തായാലും താഴോട്ട് പോകാം. ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ അൻഷാദ് ബ്രോയാണ് കേട്ടോ. കാരണം വെച്ചാൽ അവൻ എന്നോട് പറഞ്ഞു ഇക്ക എന്തായാലും ഇന്നത്തെ ദിവസം തായ്ലൻഡിലേക്ക് പോവില്ലയോ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് അവൻ പറഞ്ഞു കേട്ടോ. ആള് നിസ്സാരക്കാരനല്ല കേട്ടോ. ഇൻഡിഗോയുടെ സെയിൽസ് മാനേജറാണ് പുള്ളിക്കാരൻ. ഞാൻ എന്തായാലും അൻഷാനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം വെച്ചാൽ പുള്ളിയുടെ ഡ്രൈവിങ്ങും അതേപോലെ നല്ല പക്ക പെർഫെക്റ്റാണ്. ദേ ഇതാണ് നമ്മുടെ അൻഷാദ് ബ്രോ. കാരണം വെച്ചാൽ അവൻ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും മിക്കവാറും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവനെ വിളിച്ചു. നമ്മൾ അടൂരെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വീണ്ടും ഒരു 10-27 കിലോമീറ്റർ പോകണം കായംകുളം റെയിൽവേ സ്റ്റേഷൻ എത്തണമെങ്കിൽ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്ത് എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ അങ്ങനെ വലിയൊരു യൂട്യൂബറൊന്നും അല്ല കേട്ടോ. 1-2 വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ നല്ല സപ്പോർട്ടാണ് എനിക്ക് അതിൽ നിന്നുണ്ടായത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ജിബിനും ഉണ്ണിയാണ്. ഈ പ്രാവശ്യം അവർ രണ്ടും എൻ്റെ കൂടെ ഇല്ല. കാരണം വെച്ചാൽ രണ്ടുപേരും ജോലി തിരക്ക്. ഫൈനലി ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം എന്തോ റെയിൽവേ സ്റ്റേഷൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ആൾക്കാരെ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പണി നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തിങ്സ് കാറിൻ്റെ മുകളിൽ വീണാൽ അത് പണിയാവും. അതുകൊണ്ട് ഞാൻ അൻഷാദിനോട് പറഞ്ഞു എന്നെ എവിടെയെങ്കിലും ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അവനോട് പറഞ്ഞു. അതനുസരിച്ച് അൻഷാദ് എന്നോട് പറഞ്ഞു ഏതെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് വിടാം, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി പെയ്ഡ് പാർക്കിൽ കാറ് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഈ സ്ഥലത്ത് ഇറക്കി വിട്ടതിന് ശേഷം അൻഷാദ് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നേരെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോയി. അതിന് ശേഷം അൻഷാദ് ബ്രോയും എൻ്റെ കൂടെ കായംകുളം റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് വന്നു കേട്ടോ. കാരണം വെച്ചാൽ എന്നെ ട്രെയിൻ കയറ്റി വിട്ടതിന് ശേഷം മാത്രമേ അൻഷാദ് ബ്രോ പോകത്തുള്ളൂ എന്നുള്ള ഒരേ വാശിയായിരുന്നു. കാരണം അന്നത്തെ ദിവസം ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ട്രെയിൻ കയറ്റി വിട്ടതിന് ശേഷം പാവെന്ന്. ഞാനും അൻഷാദ് ബ്രോയും ആദ്യം വേറൊരു പ്ലാറ്റ്ഫോമിലാണ് പോയത്. ആരോ ഞങ്ങളോട് പറഞ്ഞു ഈ പ്ലാറ്റ്ഫോമല്ല അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അതനുസരിച്ച് ഞങ്ങൾ പോയി. ആദ്യം വിചാരിച്ചു ട്രെയിൻ വരുന്നത് കുറച്ച് ലേറ്റ് ആവുമെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല ഗൈസ്, നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. കാരണം വെച്ചാൽ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ടുണ്ട് ട്രെയിൻ വരുന്നതിന് വേണ്ടി. എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെന്ന് അൻഷാദ് ഭായ് പറഞ്ഞു. എന്തായാലും വെയിറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ നമുക്ക്. അങ്ങനെ കട്ട വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് പോകാനുള്ള ട്രെയിൻ അതേ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറിപ്പോകാം. എന്നിട്ട് ഇനി എറണാകുളത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കായംകുളത്തു നിന്ന് ട്രെയിൻ കയറി കേട്ടോ. എൻ്റെ കൂടെ വരുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു രാജീവ്. ഇദ്ദേഹമാണ് തിരുവനന്തപുരത്തുള്ള രാജീവ്. പുള്ളി എന്നെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ആയിരിക്കും ഒരു അന്താളിപ്പുണ്ട് മുഖത്ത്. കാരണം വെച്ചാൽ പുള്ളിക്ക് എന്നെ പരിചയമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് വേണം ഞങ്ങൾക്ക് ഇനി ഊബർ ടാക്സി എടുത്തിട്ട് നേരെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ. കാരണം ഊബർ ടാക്സിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ രാജീവൻ്റെ മൊബൈലിലാണുള്ളത് കേട്ടോ. അത് കാരണം പുള്ളി കുറച്ച് ഫാസ്റ്റിലാണ് പോകുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പോവുക. കാരണം വെച്ചാൽ ഊബർ ടാക്സിക്കാരൻ കുറേ നേരമായിട്ട് പുള്ളിയെ വിളിക്കുവാണെന്ന്. കാരണം വെച്ചാൽ എറണാകുളത്ത് ഒരുപാട് നേരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കാറ് പാർക്ക് ചെയ്യുന്നതിന് പുള്ളിക്കാരന് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം പുള്ളി കുറച്ച് ഫാസ്റ്റായിട്ട് പോയിട്ട് അവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് ഫാസ്റ്റായിട്ട് നേരെ വെളിയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഊബർ ടാക്സിക്കാരനെ കണ്ടുപിടിക്കണം. ഊബർ ടാക്സിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെ വെളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരിപ്പോൾ വരുമായിരിക്കും. ഞാൻ പുള്ളിയെ പ്രതീക്ഷിച്ചിരിക്കുക. ഫൈനലി ഊബർ ടാക്സി വന്നു. ഒരു പാവം ആളാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പെട്ടിയൊക്കെ എടുത്ത്
അതിന്റെ ബാക്കിലോട്ട് വെച്ച് പുള്ളി ഞങ്ങളെ സഹായിച്ചു കേട്ടോ. ആൽബർട്ട് ഇതാണ് നമ്മുടെ പുതിയ സാരഥി, അവിടം വരെ കൊണ്ടുവിടുന്നത്. തുടങ്ങി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള. അപ്പോൾ പോകുന്ന വഴി തന്നെ ഞാനും പുള്ളിയും തമ്മിൽ പെട്ടെന്ന് കമ്പനിയായി. പുള്ളിക്കാരൻ ഞങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എയർപോർട്ടിൽ എത്താൻ ചിലപ്പം കുറച്ച് താമസിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. കാരണം അന്നത്തെ ദിവസം പതിവിലും ഇല്ലാത്ത നല്ല തിരക്കാണ് റോഡിലെല്ലാം. കാരണം അന്നത്തെ ദിവസമാണ് നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ മരിച്ച ദിവസമാണ് അന്നത്തേത്. ഞാൻ എറണാകുളത്ത് എത്തിയപ്പോൾ അന്ന് ഇതേപോലെ വാർത്തയിലാണ് പുള്ളിയുടെ മരണ വാർത്ത അറിയുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ലുലു എക്സ്ചേഞ്ചിൽ പോകണം. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് വേണം ഞങ്ങൾക്ക് തായ് ബാത്ത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാൻ. ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ചെയ്ത് തായ് ബാത്ത് ആക്കണം. അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ പറഞ്ഞു നേരെ ലുലു എക്സ്ചേഞ്ചിൽ പോകണമെന്ന്. കാരണം വെച്ചാൽ ഇപ്പോഴൊക്കെ റോഡിലൊക്കെ പോകുന്നിടത്ത് എല്ലാം റഷാണ്. ആംബുലൻസ് ആയാലും വണ്ടി ആയാലും എല്ലാം ബ്ലോക്കായിട്ട് കിടക്കുവാണ്. എന്തായാലും ഞങ്ങൾ ഫൈനലി പോകുന്ന വഴിക്ക് തന്നെ ലുലു എക്സ്ചേഞ്ച് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഒരു 100 മീറ്റർ മതിയായിരുന്നു തിരിഞ്ഞു കയറുന്നതാണ് ഈ ലുലു എക്സ്ചേഞ്ച്. അങ്ങനെ ലുലു എക്സ്ചേഞ്ചിൽ എത്താറായിട്ടുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് വണ്ടി നേരെ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം പുള്ളിയെ വിളിച്ചാൽ മതി, പുള്ളി വണ്ടിയായിട്ട് തിരിച്ചു വരാമെന്നുള്ള കണ്ടീഷനിൽ ഞങ്ങളെ നേരെ ലുലു എക്സ്ചേഞ്ചിൻ്റെ മെയിൻ എൻട്രൻസ്, ലുലു മാളിൻ്റെ മെയിൻ എൻട്രൻസിൽ ഞങ്ങളെ ഇറക്കാൻ വേണ്ടി പുള്ളി വണ്ടി നേരെ അത് ലക്ഷ്യമാക്കി നീങ്ങി. ഫൈനലി ഞങ്ങൾ നേരെ ലുലു മാളിൻ്റെ അടുത്ത് ഉള്ള മെയിൻ എൻട്രൻസിൽ പുള്ളി ഞങ്ങളെ ഇറക്കി. ഇതാണ് ലുലു മാളിൻ്റെ മെയിൻ എൻട്രൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ലുലു മാളിൽ വരുന്നത് കേട്ടോ. നേരെ ഞങ്ങൾ ലുലു മാളിന് ഉള്ളിലേക്ക് പോയി. ഇവിടാണ് നമുക്ക് പൈസ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ലുലു ഫോറക്സ്, ഇവിടുന്നാണ് പൈസ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. എൻ്റെ പൈസ ഇവിടെ ഞാൻ രാജീവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒന്നിച്ച് ഒരാൾ മാറുവാണെങ്കിൽ നമുക്ക് കുറച്ച് ലാഭമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ മാറ്റാൻ പോകുന്നത് 40,000 ഇന്ത്യൻ മണിയാണ്. ഏതാണ്ട് നമുക്ക് ഒരു 1000 ബാത്ത് അത്രേ കിട്ടത്തുള്ളൂ. 20,000 ഇന്ത്യൻ മണിക്ക് നമുക്ക് മാക്സിമം കിട്ടുന്നത് 1000 ബാത്തേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇനി പൈസ മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ. അവിടെ നമ്മളെ കാത്ത് കുറേ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് എന്നോട് രാജീവ് പറഞ്ഞു നല്ല തലവേദന. കാരണം വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണി ആയപ്പം ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോറ് കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് അവന് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തിയതേ ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് അവൻ പറഞ്ഞതനുസരിച്ച് വണ്ടി ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി പോയി. കാരണം വെച്ചാൽ എന്നിട്ടും ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എറണാകുളം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ ബ്രോ നമ്മളെ ഒരുപാട് ലേറ്റ് ആക്കാതെ മാക്സിമം സ്പീഡിൽ നമ്മളെ എയർപോർട്ടിൽ എത്തിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ പെട്ടി എടുത്തിട്ട് വേണം എയർപോർട്ടിനുള്ളിലേക്ക് പോകാൻ. അതിൽ എൻ്റെ പെട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ അത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് രാജീവ് കുറച്ച് ഫാസ്റ്റായിട്ട്, അവന് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് തന്നെ എയർപോർട്ടിനുള്ളിലേക്ക് പോയി. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം സെക്യൂരിറ്റി ചെക്കിങ്ങിലോ അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് എടുക്കുന്നതിലോ എന്തെങ്കിലും താമസം വരുമോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ. ഇനി അവിടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോകുന്നതിനുള്ള ബോർഡിംഗ് പാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ. കാരണം വെച്ചാൽ ഇപ്പം തന്നെ ഒരു 1.5 മണിക്കൂർ ബാലൻസ് ഉള്ളൂ ഞങ്ങളുടെ മുന്നിൽ. കുറച്ച് ഫാസ്റ്റായിട്ടാണ് പുള്ളി പോകുന്നത്. എയർപോർട്ടിൽ എല്ലായിടത്തും ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം ഉള്ളിൽ വന്നിട്ടാണ് വീണ്ടും ഓൺ ആക്കിയത്. എന്തായാലും ബോർഡിങ്ങിനുള്ള ക്യൂ തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല തിരക്കുണ്ട് അന്നത്തെ ദിവസം. കുറേ ഗ്രൂപ്പുകൾ അന്നത്തെ ദിവസം തായ്ലൻഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ മനസ്സിലെ പ്ലാന് ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തതിന് ശേഷം എയർപോർട്ട് ലോഞ്ച് ആക്സസിൽ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. എന്തായാലും അവിടെ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കാർഡ് വിസ ആയാലും മാസ്റ്റർ ആയാലും അതിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള SBIയുടെ ഗ്ലോബൽ കാർഡ് ആയതുകൊണ്ട് പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അതിനുശേഷം നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടുന്ന് ഒരു മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് വേണ്ടി വീണ്ടും ആ ഫ്ലൈറ്റ് കയറുന്ന ആ പ്ലേസിൽ വന്ന് വെയിറ്റ്. ഓൾമോസ്റ്റ് അരമണിക്കൂറോളം ബോർഡിങ് തുടങ്ങുന്നതിന് വേണ്ടി. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. എൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയത് ഞാൻ ഈ കാണിക്കുന്നത്. എന്തായാലും ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. എവിടെയെങ്കിലും ഇനി ഇരുന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് നേരം സമയം കളയണം. കുറച്ച് നേരം മൊബൈലും കുത്തി കളിക്കണം. അപ്പോഴത്തേക്കും എന്തായാലും ഫ്ലൈറ്റ് പോകുന്നതിനുള്ള സമയമാവും. അതുവരെ എങ്ങനെ സമയം കളയണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്തായാലും മൊബൈലിൽ
കുറച്ച് നേരം ടൈം കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവം, ഞാൻ പെട്ടെന്ന് പോകത്തില്ല കേട്ടോ ബോർഡിങ് ചെയ്യാൻ വേണ്ടി. എല്ലാവരും പോയതിന് ശേഷം മാത്രമേ ഞാൻ പോയി ബോർഡിങ് ചെയ്യത്തുള്ളൂ. കാരണം വെച്ചാൽ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാനാണ്, കുറേ നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് അതുവരെ റിലാക്സ് ആയിട്ടിരിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി വെയിറ്റ് ചെയ്താൽ പണി കിട്ടുമെന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ബോർഡിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇനിയിപ്പം ബോർഡിങ് ചെയ്യാൻ ഇനി മാക്സിമം വന്നിട്ട് ഒരു 10-15 ആൾക്കാരെ കാണത്തുള്ളൂ. എന്തായാലും ഇനിയിപ്പം ബോർഡിങ് ചെയ്യാം എന്നുള്ള രീതിയിൽ നേരെ ഞാൻ ബോർഡിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. രാജീവ് എന്തായാലും ലോഞ്ച് ആക്സസ് അവന് കിട്ടിയോണ്ട് അവൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നേരെ ഫ്ലൈറ്റിൽ കയറുന്നതിന് വേണ്ടി പോവുകയാണ്. അതേപോലെ എൻ്റെ ശ്രദ്ധ മൊത്തം എൻ്റെ ക്യാമറയിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ക്യാമറയിൽ നോക്കിയാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ട്രാവൽ വ്ലോഗ് എടുക്കണമെന്നുള്ളതായതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ഞാൻ ക്യാമറയിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോയാലും എനിക്ക് എൻ്റെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ക്യൂവിൽ നിന്ന് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയുള്ള ക്യൂവിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അന്നത്തെ ദിവസം ഫ്ലൈറ്റ് നല്ല ഫുള്ളായിട്ടുണ്ടായിരുന്നു. എൻ്റെ സീറ്റ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബാക്കിലുള്ള സീറ്റാണെന്ന് തോന്നുന്നു. അത് കണ്ടുപിടിക്കണം. അങ്ങനെ ആൾക്കാർ എല്ലാം ഓരോ സീറ്റിലായിട്ട് ഇരുന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ മെല്ലനെ അങ്ങോട്ട് എൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവസാനം ഫൈനലി എൻ്റെ സീറ്റ് എവിടാണെന്ന് കണ്ടെത്തി. എൻ്റെ കൂടെ വരുന്നത് മലപ്പുറത്തുള്ള 2 ആൾക്കാരാണ്. ഇവരാണ് എൻ്റെ കൂടെ വരുന്നത് കേട്ടോ. ഇവരെ ഞാൻ പരിചയപ്പെട്ടു. നല്ല 2 ആൾക്കാരാണ് കേട്ടോ. അവരെയും പരിചയപ്പെട്ടു. അവസാനം ഞാൻ വീണ്ടും വേറൊരു ഫാമിലി എന്നോട് പറഞ്ഞു സീറ്റ് മാറണം. കാരണം വെച്ചാൽ അവർക്ക് അവിടെ ഡിസ്റ്റർബ് ആവും എന്ന് പറഞ്ഞതിൻ്റെ പേര് ഞാൻ വീണ്ടും സീറ്റ് ചേഞ്ച് ചെയ്ത് രാജീവൻ്റെ കൂടെ വന്നിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് അങ്ങനെയല്ലേ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഞാൻ എൻ്റെ സീറ്റ് അവർക്ക് കൈമാറി. ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. അവിടുന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ. എന്തായാലും ഞാനിപ്പം ഇനി ക്യാമറ ഓഫ് ചെയ്ത് വെക്കാൻ പോവുക. ബാക്കിയുള്ള വീഡിയോ എല്ലാം തായ്ലൻഡിൽ പോയിട്ട് ബാക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ബാക്കി തായ്ലൻഡിൽ നമ്മൾ ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാം നല്ല മഴയാണ് അന്നത്തെ ദിവസം ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും നല്ല ബിസിയിലാണ്. അവരവരുടെ സാധനങ്ങൾ എടുത്ത് എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ കിടക്കുന്ന ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ക്ഷമയോടെ ക്യൂവിൽ കാത്തു നിന്ന്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാമറയോടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന എയർ ഹോസ്റ്റേഴ്സിൻ്റെ വീഡിയോ കൂടെ എൻ്റെ മൊബൈലിൽ പകർത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മെല്ലനെ പോയത്. പക്ഷേ അത് അവർ മനസ്സിലാക്കിയിട്ടാവണം. പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തുകൂടെ പോയപ്പോൾ തന്നെ പെട്ടെന്ന് അവർ ഒഴിഞ്ഞു മാറി. നേരെ ഗ്രൗണ്ടിൽ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഷിഫ്റ്റായിട്ട് 2 ഷിഫ്റ്റായിട്ടാണ് അവർ ആൾക്കാരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനിവിടെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ബാക്കി വരുന്ന ആളെ അവർ തടഞ്ഞ് അവിടെ നിർത്തി. കാരണം എന്ന് വെച്ചാൽ 2 ഷിഫ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഓൾമോസ്റ്റ് ബസ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ തന്നെ ബസ്സിൽ കയറി. ബസ്സിൽ ചെന്നപ്പോഴാണ് മൊത്തത്തിൽ അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു ബസ്. അപ്പം ബസ്സിൽ കയറിയിട്ട് ഇനി വേണം നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഈ കാണുന്ന പോലെ നല്ല നല്ല റഷാണ്. ഇതെല്ലാം നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം വന്നേക്കുന്നത്. നമ്മുടെ കൂടെ കൊച്ചിയിൽ നിന്ന് ഉള്ള യാത്രക്കാരാണ് മൊത്തം ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. ഇനി എമിഗ്രേഷൻ കൗണ്ടറിലോട്ടാണ് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് പോകുന്നത്. കാരണം വെച്ചാൽ ഇവിടെ എനിക്ക് എത്രമാത്രം അലൗഡ് ആ ക്യാമറയെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ബസ്സിൽ വെച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും ക്യാമറ എടുക്കാൻ പാടില്ല, ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണെന്ന്. എന്തായാലും കയറി വേണം മുകളിലത്തെ എമിഗ്രേഷൻ കൗണ്ടറിലോട്ട് പോകാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ എലിവേറ്റർ ശ്രദ്ധിച്ചില്ല കേട്ടോ ആദ്യം. പിന്നീടാണ് എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോൾ നോക്കിയാലും ക്യാമറയിലാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ എലിവേറ്ററിൽ കയറി ഞാൻ നേരെ മുകളിലേക്ക് പോയി എമിഗ്രേഷൻ കൗണ്ടറിലേക്ക്. എന്നെക്കാട്ടും വളരെ ആക്റ്റീവായിട്ട് ചിലർ ഓടിയാണ് പോകുന്നത് എമിഗ്രേഷൻ കൗണ്ടറിലോട്ട്. ഇതിൻ്റെ അടുത്താണ് തോന്നുന്നു എമിഗ്രേഷൻ കൗണ്ടർ. എൻ്റെ ഫ്രണ്ട് വീണ്ടും എന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. കാരണം എമിഗ്രേഷൻ കൗണ്ടറിൽ ഒരു കാരണവശാലും വീഡിയോ എടുക്കരുതെന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടുണ്ട്. അവിടെ ഇപ്പം തന്നെ നമുക്ക് എമിഗ്രേഷൻ കൗണ്ടറിലെ ക്യൂ ആണ് ഇവിടെ കാണുന്നത്.
അതേപോലെ ഇവിടെ 2 ടൈപ്പ് ക്യൂ ആണുള്ളത്. ഓൺ അറൈവൽ വിസയും ഉണ്ട്, അല്ലാത്ത വിസയും ഉണ്ട് ഇവിടെ. ഓൾറെഡി ഞങ്ങൾ വിസ എടുത്തുകൊണ്ട് വലിയ പ്രശ്നമില്ല. നേരെ എമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ട് എൻ്റെ തമ്പൊക്കെ എമിഗ്രേഷൻ കൗണ്ടറിലെ സ്ക്രീനിൽ പതിപ്പിച്ച ശേഷം അവിടുത്തെ എമിഗ്രേഷൻ സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്ത് ഞാൻ നേരെ എയർപോർട്ടിന്റെ വെളിയിലുള്ള എൻ്റെ ലഗേജ് എടുക്കുന്ന കൗണ്ടറിലോട്ട് വന്നു കേട്ടോ. എനിക്ക് എമിഗ്രേഷനിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അത് കാരണം ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം എൻ്റെ ലഗേജ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുമല്ല, ഞാനാണ് നേരത്തെ ഇവിടെ വന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇനി എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ഇവിടുന്ന് എനിക്ക് ഫ്രീ ഇൻ്റർനെറ്റ് വൈഫൈ ആക്സസ് ചെയ്ത് വേണം എൻ്റെ നാട്ടിലോട്ട് വിളിക്കാൻ. അതേപോലെ നമ്മുടെ ഹോട്ടലിലേക്കുള്ള വണ്ടി ഇതേ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ ഈ കാണുന്ന വണ്ടിയിൽ കയറി വേണം ഇനി ഹോട്ടലിലോട്ട് പോകാൻ. ഈ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളുവശം കിടിലമാണ്. കിടിലം എന്ന് പറഞ്ഞാൽ നല്ല കിടിലമാണ്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ട നല്ല കിടിലാണ്. നമ്മുടെ ഗൈഡിനെയും കാണിച്ചത് ഇതാണ് നമ്മുടെ തായ്ലൻഡിലെ ടൂർ ഗൈഡ്. അപ്പോൾ എപ്പിസോഡ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് ഞാൻ നെക്സ്റ്റ് വീക്ക് ഇടുന്നതായിരിക്കും. അതുവരെ കാണുന്നവരെ ലവ് യു ഓൾ, ബൈ.